ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. ഇന്നൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്കൊരു പച്ചടി തയ്യാറാക്കട്ടാ. അപ്പോൾ ഒരു പൈനാപ്പിളിൻ്റെ ഒരു പകുതിയാണ് കേട്ടോ. സാധാ ഒരു പൈനാപ്പിളിൻ്റെ ഒരു പകുതി ഞാൻ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് അര സ്പൂണ് മഞ്ഞൾപ്പൊടിയും അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഒരു മുറി നാളികേരം, അര സ്പൂണ് കടുകും 1/4 ടീസ്പൂണ് നല്ല ജീരകവും കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ അരയ്ക്കാൻ വെള്ളമല്ല, തൈരിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ ഈ ഇലത്തലയ്ക്കലൊക്കെ ഇങ്ങനെ ഒന്ന് കുത്തിയാൽ അവിടെ നിൽക്കണം, ഒലിച്ച് പോകരുതല്ലോ. അപ്പോൾ വെള്ളമൊക്കെ ആകുമ്പോൾ പിന്നെ വെള്ളം കൂടും. കൂടെ തന്നെ എരിവിന് 2 പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചി കഷ്ണം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുക്കറിൽ വേവിച്ചെടുത്ത പൈനാപ്പിൾ ഉണ്ടല്ലോ, അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു 2 കറക്കലിട്ടാ നല്ല ഒന്ന് ക്രഷ് ചെയ്യുക. ആ കഷ്ണങ്ങളൊക്കെ ഉണ്ട്, ഇതേ രീതിയിൽ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ചാന്ത് പോലെ ആവുമൊന്നും വേണ്ട, ചെറിയ 2 പീസ് ശർക്കര കേട്ടോ. അപ്പോൾ എത്രയായാലും നമ്മൾ കയ്യിലേറ്റ് ഉടയ്ക്കുമ്പോൾ അത് അധികം ഉടയില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതൊന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മളെ അരപ്പൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ 10 മിനിറ്റ് മതി കേട്ടോ എനിക്ക് ഈ ഒരു കറി തയ്യാറാക്കാൻ. അപ്പോൾ മോള് കുറേ ദിവസമായി പറയുന്നു പൈനാപ്പിളിൻ്റെ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നി ജ്യൂസ് അടിച്ചതിൻ്റെ ബാക്കി ഇരുന്നിരുന്ന കേട്ടാ, എന്നായിരുന്ന ആയിട്ടൊന്ന് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാട്ടാ. നല്ല അപാര ടേസ്റ്റ് ചെയ്യുന്നിട്ടാ. ഇതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു ദിവസം മെനക്കെട്ട് ഒന്നും പണി ഒരു പ്രയാസമില്ല കേട്ടോ. ഒരു 10 മിനിറ്റ് മതി കേട്ടോ എനിക്കിത് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ ഇതേപോലെ എളുപ്പത്തിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ടാ. ഒന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് ഒരു രണ്ടടി ഇട്ടാ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ വലിയ വലിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു സ്വാദ് തോന്നില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക വെച്ച് കഴിഞ്ഞാൽ അത് സൂപ്പറാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നാളികേരമൊക്കെ കൂട്ടിയിട്ട് ഒന്ന് തിളക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കടുകിൻ്റെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകണ്ടേ. അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നല്ലൊരു വറവ് വേണം കേട്ടോ. ആ വറവിലാണ് നമ്മളെ ഇതിൻ്റെ ഒരു അപാര ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കറിവേപ്പില, ഉണക്കമുളക്, കടുക് നല്ല പച്ച വെളിച്ചെണ്ണയിൽ ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. ഈ ഒരു കറി മതിയിട്ടാ ചോറുണ്ണാൻ. അതും സാമ്പാറിൻ്റെ കൂടെയാകുമ്പോൾ പറയും വേണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ടാ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. ഓക്കെ, ബായ്.